മതവും വ്യക്തിത്വവും അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം. ഈ ലോകത്തിൽ മനുഷ്യന് നേടാവുന്ന ഏറ്റവും വലിയ സ്വത്ത്, ഏറ്റവും വലിയ നിധി അവൻ്റെ വ്യക്തിത്വമാണ് എന്നതാണ് ശ്രദ്ധേയമായ അർത്ഥവത്തായ ലോകത്തിലെ എല്ലാ ആധ്യാത്മിക പാരമ്പര്യങ്ങളുടെയും സുപ്രധാനമായ വിശ്വാസ പ്രമാണം. മതം ഒരു വഴിക്ക്, ആത്മീയത മറ്റൊരു വഴിക്ക്. ആത്മീയതയുടെ കാര്യമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ആത്മീയതയുടെ സുപ്രധാനമായ ലക്ഷ്യം മനുഷ്യൻ അവൻ്റെ വ്യക്തിത്വത്തിൽ മാഹാത്മ്യം പ്രാപിക്കുവാൻ അവനെ സഹായിക്കുക എന്നുള്ളതാണ്. എനിക്ക് എല്ലാ മതങ്ങളെ പറ്റിയും വേണ്ടതുപോലെയുള്ള അറിവോ അവബോധവുമില്ല എങ്കിലും ഒരു ആത്മീയ പാരമ്പര്യത്തെ പറ്റി എനിക്ക് ഏതാണ്ട് ബോധമുണ്ട്. അത് യേശുവിൻ്റെ മാർഗമാണ്, ക്രിസ്തു മതമല്ല, യേശുവിൻ്റെ മാർഗമാണ്. ആ ആത്മീയ പാരമ്പര്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നിസ്സന്ദേഹം എനിക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കുന്നത് യേശുവിൻ്റെ പരമോന്നതമായ ലക്ഷ്യം മനുഷ്യരെ സ്വർഗത്തിൽ കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നില്ല. ഈ ലോകത്തിൽ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം അതിൻ്റെ പരമോന്നത അവസ്ഥയിൽ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകണം. അതിനപ്പുറത്തൊരു സൂചന ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ്. അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ, സമൂഹത്തിൽ വേണ്ടത്ര സ്ഥാനമോ അംഗീകാരമോ ഇല്ലാത്ത ആളുകളെ മാത്രമാണ് യേശു തൻ്റെ ശിഷ്യന്മാരായി സ്വീകരിച്ചതെന്ന് നമുക്കറിയാം. അന്നായാലും ഇന്നായാലും ഏത് സമൂഹത്തിലാണെങ്കിലും മുക്കുവർക്ക് സാമൂഹ്യമായ വലിയ വിലയൊന്നും കൽപ്പിക്കാറില്ല. സാംസ്കാരികമായ മേന്മ അവരിൽ നിന്നാരും പ്രതീക്ഷിക്കുന്നില്ല. മാത്രവുമല്ല, അവർ ഏറ്റവും താണ ശ്രേണിയിൽപ്പെട്ടവരാണ് എന്ന ഒരു നിർബന്ധമാണ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നിന്ന് വ്യക്തികളെ തിരഞ്ഞെടുത്ത് അവരെ ഈ ലോകത്തിൻ്റെ കണ്ണിൽ തന്നെ അത്ഭുതമാക്കി രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയയുടെ പേരാണ് യേശുവിൻ്റെ മാർഗം. അതിനെയാണ് ഞാൻ ആത്മീയത എന്ന് പറയുന്നത്. 4 സുവിശേഷങ്ങളുമായി വിദൂര ബന്ധമുള്ളവർ പോലും പെട്ടെന്ന് തിരിച്ചറിയുന്നൊരു കാര്യം, യേശുവിൻ്റെ ആത്മീയ ദർശനത്തിലെ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം മനുഷ്യ മാഹാത്മ്യത്തെ അതിൻ്റെ അത്യുന്നത ശ്രേണിയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. യേശുവിൻ്റെ പഠിപ്പീരുകൾ, യേശുവിൻ്റെ ഇടപെടലുകൾ, യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആകമാനമായ ചടുലത എല്ലാം നാം പരിശോധിക്കുമ്പോൾ അത് നിസ്സന്ദേഹം നമ്മെ അറിയിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടം മനുഷ്യൻ്റെ വ്യക്തിത്വം അതിൻ്റെ പൂർണ്ണതയിലെത്തുക എന്നുള്ളതാണ്. ആ അവസ്ഥയാണ് യേശു വെളിച്ചം എന്ന സിമ്പൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രതീകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിൻ്റെ അളവുകോൽ വെച്ച് അളക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം അതിൻ്റെ ഏറ്റവും പരിശുദ്ധവും ഉന്നതവുമായ അവസ്ഥ പ്രാപിക്കുന്നതായിരിക്കണം. തൽഫലമായി നിങ്ങൾ മനുഷ്യജാതിക്ക് തന്നെ അഭിമാനവും അനുഗ്രഹവുമായി തീരണം എന്ന ഒരു താല്പര്യമാണ് ആത്മീയതയുടെ ഹൃദയത്തുടിപ്പ് എന്ന് ആരും പറയാറില്ല. കാരണം ഇങ്ങനെയുള്ള ആശയങ്ങൾ കച്ചവടവൽക്കരിക്കുകയോ അതുകൊണ്ട് അമിത ലാഭം കൊയ്തെടുക്കുകയോ ചെയ്യാൻ സാധ്യമല്ല എന്നതുകൊണ്ട്. മാത്രവുമല്ല, അങ്ങനെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടാൽ അത് ജനം മാനദണ്ഡമായി ഉപയോഗിച്ച് നിലവിലിരിക്കുന്ന മത സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെയും അവയുടെ പ്രസക്തിയൊക്കെ അളക്കുമെന്നതുകൊണ്ട് അത് തട്ടുകേടാണ്, നിശ്ചയമായ തട്ടുകേടാണ് എന്നതുകൊണ്ട് ഇപ്രകാരം കാതലായ ആശയങ്ങൾ ജനങ്ങളിൽ നിന്ന് മൂടി വച്ചിരിക്കുകയാണ് എന്നത് ജാതിമത ഭേദമെന്നെ ഏവരും തിരിച്ചറിയണം എന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഏവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു
ആശയം, വളരെ ഹ്രസ്വമായി ഞാൻ സൂചിപ്പിച്ച ഈ ആശയം നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കും, മനുഷ്യൻ്റെ വ്യക്തിത്വത്തിന് ഏറ്റവും കൂടുതൽ നഷ്ടവും കോട്ടവും വരുത്തുന്ന ഘടകം മതമാണ്. ഇതൊരു വലിയ വിരോധാഭാസം തന്നെയാണ്. എല്ലാ മതങ്ങളും ആത്മീകമായ ഒരു വലിയ തിരിച്ചറിവിൽ കൂടെ ആരംഭിക്കുന്നതാണ്. എ സ്പിരിച്വൽ ഫെർമെന്റ് എന്ന് പറയും. പക്ഷെ അതിൽ കൂടെ ഉടലെടുക്കുന്ന ആശയങ്ങളും അനുഭവങ്ങളും കയ്യിലെടുത്തുകൊണ്ട് അവയെ വ്യവസ്ഥാപിത താല്പര്യങ്ങളുമായി കൂട്ടിച്ചേർത്ത് അവയ്ക്ക് സ്ഥാപനവൽക്കരണത്തിൻ്റെ സ്വഭാവം കൽപ്പിച്ച് ആകപ്പാടെ വികൃതമാക്കി ഏതുദ്ദേശത്തോടു കൂടെയാണ് ഇത് ആരംഭിച്ചത് അതിന് തികച്ചും വ്യത്യസ്തമായ വിപരീതമായ വിധത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കി അതിൻ്റെ പുറത്ത് ചിലരെല്ലാം കയറിയിരുന്ന് അവരുടെ തികച്ചും താണതരത്തിലുള്ള താല്പര്യത്തെയും ദുരഭിമാനത്തെയും അധികാരമോഹത്തെയും പണക്കൊതിയെയും ഒക്കെ ദൈവത്തിൻ്റെ തലയിൽ ചാർത്തി അങ്ങനെ മനുഷ്യർ യുക്തിസഹജം ചിന്തിക്കാതിരിക്കത്തക്കോണമുള്ളൊരു സംരക്ഷണ കവചം ഉണ്ടാക്കി വച്ചിരിക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ് മതമെന്നുള്ളത്. ഇത് അല്പം ഒന്ന് ചിന്തിച്ചാൽ ഇത് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഏതാനും വശങ്ങൾ മാത്രം ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. അതിനു മുൻപായി ഞാനിപ്പോൾ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് സംസാരിക്കുന്നത് കൊണ്ട് കേരളം കണ്ട ആത്മീയ അത്ഭുതങ്ങളിൽ ഒന്നാണ് ശ്രീ നാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ അനുയായികൾ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ആത്മീയമായ വെളിച്ചം തിരിച്ചറിയുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകളാണ് ശ്രീ നാരായണ ഗുരുവിൻ്റെ പൈതൃകത്തിൻ്റെ സംരക്ഷകർ എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം യേശുവിൻ്റെ പൈതൃകത്തിൻ്റെ സംരക്ഷകർ ഇപ്പോഴത്തെ ബിഷപ്പന്മാരും ആർച്ച് ബിഷപ്പന്മാരും ഒക്കെ ആണല്ലോ. അതുകൊണ്ട് എല്ലാം കണക്കാണ്. അതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ ശ്രീ നാരായണ ഗുരുവിൻ്റെ ആത്മീയമായ ദർശനത്തെ അല്പമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ്. കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതോടെ അദ്ദേഹത്തെ പറ്റിയുള്ള ബഹുമാനം എൻ്റെ മനസ്സിൽ പൂർവാധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മഹാന്മാരായ ആളുകളും ചൂത്ത ആളുകളും തമ്മിലുള്ള വ്യത്യാസം, ഈ ചൂത്ത ആളുകളെ, അതായത് മറ്റുള്ളവരുടെ മുൻപിൽ വലിയ മാന്യതയൊക്കെ ഉണ്ടെന്ന് നടിച്ചു നടക്കുന്ന, സത്യത്തിൽ പറഞ്ഞാൽ വെറും കൂതറകളെ നാം കൂടുതലായി അറിയും തോറും അവരെ പറ്റിയുള്ള വെറുപ്പ് നമ്മുടെ മനസ്സിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അതേസമയം മഹാന്മാരായ ആളുകളെ നാം കൂടുതൽ അറിയുകയും അടുത്തറിയുകയും ചെയ്യുമ്പോൾ അവരോടുള്ള ബഹുമാനവും അവർക്ക് നാം കൽപ്പിക്കുന്ന വിലയും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആ ശ്രേണിയിൽപ്പെട്ട ഒരു വലിയ ആത്മീയമായ വെളിച്ചമാണ് ശ്രീ നാരായണ ഗുരു എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ചില ക്രിസ്ത്യാനികളൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ അവർക്ക് വിമർശനം അനുഭവിക്കുന്നത് നല്ലതാണ്. സത്യം കേട്ടാൽ ശ്വാസം മുട്ടുന്നവർ എന്തുകൊണ്ടാണ് അങ്ങനെ അനുഭവം ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കുന്നത് അവർക്ക് നല്ലതാണ്. ശ്രീ നാരായണ ഗുരു പറഞ്ഞ ഒരു കാര്യം അറിയാൻ വയ്യാത്ത ആരും തന്നെ കേരളത്തിലില്ല. അദ്ദേഹം പറഞ്ഞു, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം മറ്റൊന്നുമല്ല, ആളുകൾ ധരിച്ചിരിക്കുന്നത് പോലല്ല. മനുഷ്യ മാഹാത്മ്യവും മതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ഏത് മതവും അനുവർത്തിച്ചുള്ളൂ, അതും ഇതുമായിട്ടൊരു ബന്ധമൊന്നുമില്ല. മതത്തിൻ്റെ ഉദ്ദേശം ഇതൊന്നുമല്ല. മനുഷ്യ മാഹാത്മ്യത്തെ, മനുഷ്യനെ കുറച്ചുകൂടെ മെച്ചമാക്കുന്ന ആ ഒരു ലക്ഷ്യത്തെ വിലമതിക്കുന്ന അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മതവും ഈ ലോകത്തിലില്ല. അതുകൊണ്ടാണല്ലോ മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കുകയും വെറുപ്പിൻ്റെ വിഷം മനുഷ്യൻ്റെ ഉള്ളിൽ പിറവി മുതലേ കുത്തിവെക്കുകയും പിന്നെ മൊണ്ണത്തരം പറയുന്നതാണ് ഏറ്റവും വലിയ അഭിമാനം, അങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതെന്നൊക്കെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന സ്വാർത്ഥതയാണ് പ്രാർത്ഥന എന്ന വിധത്തിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന സംവിധാനം കൊണ്ട് മനുഷ്യർക്കോ ദൈവത്തിനോ പ്രയോജനമില്ല എന്ന് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ശ്രീ നാരായണ ഗുരു. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് വരുമ്പോൾ പറയുന്നത്, നമുക്ക് ആരാധിക്കാനുള്ള ആലയങ്ങളല്ല, വിദ്യ അഭ്യസിക്കാനുള്ള ആലയങ്ങളാണ് വേണ്ടത്. നമുക്ക് ഇഷ്ടംപോലെ ആരാധനാലയങ്ങൾ കേരളത്തിലുണ്ട്.
അതൊരു പ്രയോജനമില്ല. മനുഷ്യർക്ക് അറിവ് നേടാൻ സഹായിക്കുന്ന ആലയങ്ങളാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതലായി നിങ്ങളെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ ദയവായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എൻ്റെ പ്രത്യേകമായ വന്ദനം. അപ്പോൾ എല്ലാവരും, അതായത് ആത്മീയമായ വെളിച്ചമുള്ളവരെല്ലാം തിരിച്ചറിയുന്നത് മതപരമായ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് മനുഷ്യന്റെ നന്മയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, മനുഷ്യ മാഹാത്മ്യത്തിന്റെ വലിയ വലിയ അത്ഭുതകരമായ സാധ്യതകളെ മുഴുവനും കുഴിച്ചുകൂടാൻ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹായിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് അല്പമൊക്കെ ആത്മീയ ബോധമുള്ളവർക്ക് എക്കാലത്തും ഉണ്ടായിരുന്നതാണ്. ഇനി അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. മനുഷ്യ വ്യക്തിത്വത്തിന്റെ മാഹാത്മ്യം അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? രണ്ടോ മൂന്നോ കാര്യങ്ങൾ മതി. അത് വലിയ ബൃഹത്തായ വിഷയമാണെന്ന് ഞാൻ പറയാതെ തന്നെ ഏവർക്കും അറിയാം. അത് ചെറിയൊരു വീഡിയോയിൽ അതിനോട് വേണ്ടതുപോലെ നീതി പുലർത്താൻ സാധിക്കില്ല. എങ്കിലും നിങ്ങൾ ഇത് ഈ ഒരു ദിശയിൽ ചിന്തിക്കേണ്ടതിന് വേണ്ടി ചില സൂചനകൾ മാത്രം നൽകാനേ ഉദ്ദേശിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യ വ്യക്തിത്വത്തിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്നത് അവൻ്റെ സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് എല്ലാ സംസ്കാരത്തിലും എല്ലാ യുഗത്തിലും എല്ലാ സമൂഹത്തിലും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് വലിയ വില കൽപ്പിച്ചിട്ടുള്ളത്. പക്ഷേ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്ന താല്പര്യം സ്വാതന്ത്ര്യത്തെ വേണ്ടതുപോലെ ഉപയോഗിക്കുന്നതിൽ മനുഷ്യർ കാണിക്കാറില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. എൻ്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കാൻ മറ്റാരെയും സമ്മതിക്കുകയില്ല, എൻ്റെ സ്വാതന്ത്ര്യത്തെ എന്നിൽ നിന്ന് അന്യവൽക്കരിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന് പറയുന്ന ആളുകൾ അവരുടെ സ്വാതന്ത്ര്യം അവർക്ക് സാധ്യമാക്കാവുന്ന അവസ്ഥയുടെ മേന്മ എന്താണ്, അതിൻ്റെ നേട്ടങ്ങൾ എന്തായിരിക്കണം, സ്വാതന്ത്ര്യത്തെ എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത്, പ്രയോജനപ്പെടുത്തേണ്ടത്, സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് നാം എങ്ങനെ ആയിരിക്കണം, എവിടെ ചെന്നെത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും താല്പര്യമുള്ളവരായി ബഹുഭൂരിപക്ഷം ആളുകളും താല്പര്യമുള്ളവരായി കാണുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാലും മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ് അവൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ളത്. കാരണം സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് ചിന്തിക്കുവാനും അന്വേഷിക്കുവാനും മുൻപോട്ട് പോകുവാനും അവൻ്റെ വ്യക്തിപരമായ വിഭാവന അനുസരിച്ച് അവൻ്റെ വ്യക്തിത്വത്തെയും അവൻ്റെ ജീവിത സാഹചര്യങ്ങളെയും അവൻ്റെ വർത്തമാന അവസ്ഥയെയും ഭാവി അവസ്ഥകളെയും ഒക്കെ രൂപീകരിക്കുവാൻ അവന് സാധിക്കുകയുള്ളൂ. സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് വെളിയിലുള്ള നമ്മളിൽ നിന്ന് അന്യമായ ഒരു സങ്കേതത്തിൽ നിന്ന്, ഒരു സ്രോതസ്സിൽ നിന്ന്, ഒരു സോഴ്സിൽ നിന്ന് ചില ശക്തികൾ നമ്മെ നിയന്ത്രിക്കുന്നു. നമ്മൾ എന്ത് പറയണമെന്നും എന്ത് ചെയ്യണമെന്നും എവിടെ ഇരിക്കണമെന്നും എങ്ങനെ ആയിരിക്കണമെന്നും നാം അല്ല തീരുമാനിക്കുന്നത്. മറ്റെവിടെയോ സ്ഥിതി ചെയ്യുന്ന ചില സിംഹാസനത്തിലിരിക്കുന്ന മഹാന്മാരാണ്. അവരുടെ കൽപ്പനകളനുസരിച്ച് നമുക്ക് ജീവിക്കാം എന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ മനുഷ്യൻ എങ്ങനെയാണ് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞതിനെ വളർത്തി അതിൻ്റെ വെളിച്ചം ലോകത്തിന് അനുഭവവേദ്യമാക്കി തീർക്കത്തക്കവണ്ണം പ്രവർത്തിക്കാൻ ഇടയാകുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക. മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ അവിടെ സ്ഥിതി ചെയ്യുന്നൊരു വിരോധാഭാസം. മത സംരക്ഷകരായ ആളുകൾ മതസ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കുരിശുയുദ്ധം നടത്താൻ എപ്പോഴും തയ്യാറാണ്. പക്ഷേ അവർക്ക് മതസ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള അറിവ് അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള അവരുടെ ധാരണ നിങ്ങൾ അല്പം ഒന്ന് വിമർശനാത്മകമായി പരിശോധിച്ചാൽ അതിൽ മതസ്വാതന്ത്ര്യം വ്യക്തികൾക്ക് അല്പം പോലും ഉണ്ടാകാത്ത വിധത്തിൽ മാത്രമായി. ഒരു മതത്തെ സൃഷ്ടിച്ച് അതിനെ ഒരു സ്ഥാപനവൽക്കരിച്ച് അത് വലിയൊരു പണം എന്താണ് പറയുന്നത് നേടുകയും പണം കൈകാര്യം ചെയ്യുകയും അതിൻ്റെ ഗുണഫലങ്ങൾ അതിലില്ലാതെ ആരോട് ഉത്തരം പറയേണ്ടാത്ത വിധത്തിൽ അർമാദിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക്
മതസ്വാതന്ത്ര്യം മനസ്സിലാകുന്നത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ അധികാരത്തിന്റെ കീഴിലുള്ള മതസംവിധാനത്തെ ഉപയോഗിക്കുക എന്നത് മാത്രമാണ്. എന്നാൽ ആ സംവിധാനത്തിന്റെ ഉള്ളിൽ അകപ്പെട്ടു പോയ വ്യക്തികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സ്വാതന്ത്ര്യം അവർ അനുവദിക്കുകയില്ല. അങ്ങനെ സ്വാതന്ത്ര്യത്തോട് താല്പര്യമുണ്ട് എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്ന് തോന്നിയാൽ അവനെ ഒരു നിഷേധിയായും ആ മതത്തിൻ്റെ അല്ലെങ്കിൽ ആ സഭയുടെ അപകടമായും ചിത്രീകരിക്കുകയും ബാക്കിയുള്ളവരെല്ലാം അവനെതിരെ തിരിക്കുകയും അവനെ ഒറ്റപ്പെടുത്തുകയും നിവൃത്തിയുണ്ടെങ്കിൽ അവനെ നശിപ്പിക്കുകയും ചെയ്യും എന്നത് അനുഭവം, അനേക ആളുകളുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും വേണ്ടതുപോലെ തിരിച്ചറിയാൻ ആരും കൂട്ടാക്കുന്നില്ല. പക്ഷേ അത് അറിയുന്നില്ല എന്നതും ശരിയല്ല. കാരണം എല്ലാവരും ഭയന്നാണ് ജീവിക്കുന്നത്. ആ ഭയക്കേണ്ട ആവശ്യം എന്താണ്? വരച്ച വരയിൽ നിന്നില്ലെങ്കിൽ തട്ടുകേടാണ് എന്ന കൃത്യമായ അറിവുകൊണ്ടാണ് ഈ ഭയന്നാളുകൾ നിൽക്കുന്നത് എന്നതും വ്യക്തമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ അവസ്ഥയിൽ എങ്ങനെയാണ് വ്യക്തികൾ അവരുടെ വ്യക്തിത്വം വേണ്ടതുപോലെ വളർത്തിയെടുക്കാൻ സാധിക്കും? നിങ്ങൾക്കറിയാവുന്നതുപോലെ വ്യക്തിത്വം എന്ന വാക്കിൻ്റെ മൂലഘടകം വ്യക്തത എന്നാണ്, ക്ലാരിറ്റി എന്നാണ്. അങ്ങനെ വ്യക്തതയുണ്ടാകണമെങ്കിൽ സ്വതന്ത്രമായി ചിന്തിക്കണം. ഇപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ വെച്ചു താലോലിക്കുന്ന ആശയങ്ങൾ നിങ്ങളിൽ നിന്നോ മറ്റാരെങ്കിലും നിന്നോ കടമെടുത്താണെങ്കിൽ എൻ്റെ ഉള്ളിൽ യാതൊരു വ്യക്തതയും ഉണ്ടാകുകയില്ല. കാരണം പലരും പലതൊക്കെ പറയും, അതൊക്കെ ഞാൻ കേട്ട് കച്ചട പോലെ എൻ്റെ ഉള്ളിൽ ചില ആശയങ്ങൾ കിടന്ന് കറങ്ങുന്നു. എനിക്കൊരിക്കലും ഉണ്ടാകാത്ത അവസ്ഥയുടെ പേരാണ് ഈ വ്യക്തത എന്നത്. വ്യക്തതയില്ലാത്തവൻ എങ്ങനെയാണ് വ്യക്തിത്വം ഉണ്ടാകുക? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മനുഷ്യന് ദൈവം നൽകിയ സ്വാതന്ത്ര്യം അത് സർഗാത്മകമായി ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വ്യക്തത പ്രാപിക്കുവാനും തന്മൂലം അവൻ്റെ വ്യക്തിത്വത്തിൽ വളർച്ച പ്രാപിക്കാനും ഇടയാകുകയുള്ളൂ. ഞാൻ നിങ്ങളോട് സത്യസന്ധമായി ചോദിക്കുന്നു, സവിനയം ചോദിക്കുന്നു, നിങ്ങളുടെ മത അനുഭവത്തിൽ നിങ്ങൾ ഏത് മതവും പാലിക്കുന്നവരായിക്കൊള്ളട്ടെ, ഒരു വ്യത്യാസവും ഉണ്ടാകുകയില്ല. മതഗോളത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തെപ്പറ്റി വ്യക്തമായി ചിന്തിക്കുവാനോ അന്വേഷിക്കുവാനോ നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെപ്പറ്റി വ്യക്തത പ്രാപിക്കുവാനുള്ള സ്വാതന്ത്ര്യം അബദ്ധത്തിൽ ഒരിക്കലെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി സത്യസന്ധമായ ഒരു ഉത്തരം നിങ്ങളുടെ മനസാക്ഷിയുടെ മുമ്പിൽ പറയണം. ഞാൻ 40 വർഷത്തോളം വളരെ ശുഷ്കാന്തിയോടെ ഈ മേഖലയിൽ നിന്ന വ്യക്തിയാണ്. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഇല്ല, ഒരിക്കലുമില്ല എന്നതാണ് എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത്. ഇങ്ങേയറ്റം വന്ന് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പലായിരുന്നപ്പോൾ സത്യസന്ധമായി എൻ്റെ ശുശ്രൂഷ, എൻ്റെ സേവനം നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടി എനിക്ക് കുരിശുയുദ്ധം നടത്തേണ്ടി വന്നു. സഭയ്ക്കെതിരെ, സഭയ്ക്കല്ല, ബിഷപ്പിനെതിരെ. ആത്മാർത്ഥതയോടെ നീതിക്കും ന്യായത്തിനും അനുസരിച്ച് ഏറ്റെടുത്തിരിക്കുന്ന ചുമതല നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നില്ല. ആ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും വേണ്ടി ജീവൻ പണയപ്പെടുത്തി എനിക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു. ഇതെൻ്റെ അനുഭവമാണ്. നിങ്ങൾ ഇതിൻ്റെ മൂർച്ച അനുഭവിക്കണമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി ആദർശനിർഭരമായ നിലപാടെടുക്കണം. സത്യത്തിനും നീതിക്കും നിരക്കുന്ന ഒരു നിലപാടെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന ആശയങ്ങളുടെ മൂർച്ച എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ഒരു കാര്യം എനിക്ക് സത്യസന്ധമായി അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്, മതത്തിൻ്റെ മേഖല മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന ഒരവസ്ഥയിലാണ്. അതേസമയം തന്നെ മതസ്വാതന്ത്ര്യത്തെപ്പറ്റി ഘോരഘോരം പ്രസംഗിക്കുകയും മതസ്വാതന്ത്ര്യ സംരക്ഷണത്തിന് വേണ്ടി വാളെടുക്കുകയും ചെയ്യും. പക്ഷെ ആ സ്വാതന്ത്ര്യം എന്നത് ഈ മത സംവിധാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ചില മതമാടമ്പികളുടെ സൗകര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കുമെന്ന് ദയവായി തിരിച്ചറിയുക. നിങ്ങളുടെ വ്യക്തിപരമായ മതസ്വാതന്ത്ര്യത്തെ അല്പം പോലും അത് മാനിക്കുന്നതോ അനുവദിച്ച് തരുന്നതോ അല്ല എന്നത് സത്യസന്ധമായി ചിന്തിക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന കാര്യമാണ്. ഇതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ വേണ്ടതുപോലെ സംസാരമോ പരാമർശമോ ഒന്നും ഇല്ലാത്തതിൻ്റെ കാര്യം ആരും ചിന്തിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ
മാഹാത്മ്യത്തിൻ്റെ അടിത്തറ നോക്കുമ്പോൾ അവിടെ നാം കണ്ടെത്തുന്ന ഒരു ആശയമാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഏറ്റവും പരമപ്രധാനമായി പ്രയോഗിക്കപ്പെടേണ്ടത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. എന്നാൽ ആ മേഖലയിൽ മനുഷ്യൻ അവൻ്റെ മതസ്വാതന്ത്ര്യം ഉപയോഗിച്ചാൽ അത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്ന് വരെ ദൈവത്തെപ്പറ്റി അറിഞ്ഞതും ഉള്ളിൽ കൊണ്ടു നടക്കുന്നതുമായ സങ്കല്പങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ പറ്റിയാണോ, അത് ദൈവത്തിൻ്റെ പേരിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ചില കാപഠ്യങ്ങളെ പറ്റിയാണോ എന്ന് വ്യക്തികൾ ന്യായമായും ചോദിക്കും. ഈ ഒരു മേഖലയിൽ മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയാൽ അന്ന് വരെ സ്ഥിതി ചെയ്യുന്ന ദൈവസങ്കല്പങ്ങളെ ചോദ്യം ചെയ്യപ്പെടും എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് നസ്രയനായ യേശു. യേശു തൻ്റെ ആത്മീയ സ്വാതന്ത്ര്യത്തെ വിലമതിച്ചത് കൊണ്ട് യഹൂദനായി പിറന്നുവെങ്കിലും യഹൂദ സംസ്കാരത്തിൻ്റെ ഉള്ളിൽ വളർന്നുവെങ്കിലും യഹൂദൻ അന്ന് വരെ വെച്ചു പുലർത്തിയ സങ്കല്പങ്ങളിൽ നിന്ന് തുലവും വ്യത്യസ്തമായ ആശയങ്ങളാണ്, കാഴ്ചപ്പാടാണ്, ദൈവികമായ സങ്കല്പമാണ് യേശു ലോകത്തിന് പ്രദാനം ചെയ്തത്. പഴയ നിയമത്തിലെ ദൈവത്തെ പറ്റിയുള്ള ധാരണയല്ല യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്ന സാഹചര്യത്തിൽ അവരെ അറിയിക്കുന്നത്. ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവായി കാണുന്ന ഒരു സാധ്യത യഹൂദ മതത്തിൻ്റെ ആകത്തുക നിങ്ങൾ വെച്ച് നോക്കിയാൽ, നിങ്ങൾ മൈക്രോസ്കോപ്പ് ഇട്ട് നോക്കിയാൽ കാണാൻ സാധ്യമല്ല. അപ്പോൾ യേശു ദൈവരാജ്യ സങ്കല്പം, ദൈവരാജ്യം സാക്ഷീകരിക്കാനായി യേശു വന്നു. അതിൽ കൂടെ സാധിച്ചത് എന്താണ്? മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തിൽ അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം പ്രയോഗിക്കാൻ അവൻ അവകാശമുണ്ടാകണമെന്ന ആശയമാണ് യേശു തൻ്റെ സുവിശേഷത്തിന് ഹൃദയഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്കും അത് വലിയ ചിന്താക്കുഴപ്പമുണ്ടാക്കും. കാരണം അവരത് കേട്ടിട്ടില്ല. എന്നാൽ യേശു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അടിമകളെ വിടുവിക്കാനായി വന്നുവെന്ന്. ഏത് അടിമകളാണ് എന്ന് തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല. അന്ന് യഹൂദ ജനം റോമൻ സാമ്രാജ്യത്തിലെ അടിമകളായിരുന്നു. പക്ഷേ യേശു ഒരിക്കൽ പോലും ആ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു വാക്ക് പറഞ്ഞില്ല. യേശു പറഞ്ഞത് മുഴുവനും മനുഷ്യന് മതം മൂലം സംഭവിച്ചിരിക്കുക അടിമത്വം, ആ അടിമത്വത്തിനുള്ള വിടുതൽ ആവശ്യമാണെന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. കാരണം എല്ലാ അടിമത്വത്തിൻ്റെയും ഉറവിടം മതപരമായ അടിമത്തമാണ്. മതത്തിൽ നിന്നാണ് അടിമത്തമാണെങ്കിലും, ഈ സ്വേച്ഛാധിപത്യമാണെങ്കിലും, അനീതിയാണെങ്കിലും, അഴിമതിയാണെങ്കിലും എല്ലാം ഉത്ഭവിക്കുന്നത് മനുഷ്യൻ ഈ വേണ്ടാധീനമൊക്കെ പഠിക്കുന്ന കളരിയുടെ പേര് മതമെന്നാണ്. കൈക്കൂലി കൊടുക്കാൻ എവിടെയാണ് പഠിക്കുന്നത്? കൈക്കൂലി കൊടുക്കാൻ പഠിപ്പിക്കുന്ന കളരി ഏതാണ്? മതമാണ്. നമ്മുടെ പ്രാർത്ഥന പോലും ദൈവത്തിന് കൊടുക്കുന്ന കൈക്കൂലിയാണ്. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ 5 രൂപ കൊശിൻ തൊട്ടിയിലിട്ടാൽ അറിയിക്കാത്ത മാർക്ക് കിട്ടുമെന്ന് പറയുന്നതാണ് കൈക്കൂലി. മാതാപിതാക്കന്മാരും പുരോഹിതന്മാരും ഒരുമിച്ച് താല്പര്യത്തോടെ കുഞ്ഞുമക്കളെ പഠിപ്പിച്ച് വിടുന്ന അധർമ്മമാണിത്. ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ മനുഷ്യന്റെ വ്യക്തിത്വത്തെ തളർത്തിക്കളയും, അതിൽ കളങ്കം ചേർക്കുമെന്ന് മനസ്സിലാക്കാൻ എന്താണ് പാട്? അപ്പോൾ യേശുവിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം മനുഷ്യനെ മതത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുക എന്നതായിരുന്നു എന്ന് ക്രിസ്ത്യാനിക്ക് 2000 വർഷം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇത് മാത്രവുമല്ല, അങ്ങനെ അവനെ അടിമയാക്കി അടിച്ചമർത്തി അവൻ്റെ വ്യക്തിത്വത്തെ ചവിട്ടി നാറ്റി നശിപ്പിക്കുന്ന വ്യക്തികളാണ് അവനെ കൈപിടിച്ച് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഇന്നും അവൻ കണ്ണടച്ച് വിശ്വസിക്കുന്നു. ഇതൊന്നാമത്തെ പ്രശ്നമാണ്. വ്യക്തിത്വ രൂപീകരണത്തിൽ വ്യക്തികൾക്ക് സംഭവിക്കുന്ന വലിയ വലിയ നാശനഷ്ടങ്ങൾ, അതിൽ മതം ചെയ്യുന്ന അമാന്തങ്ങൾ, അപരാധം, അനീതി, അക്രമം എന്തെന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ നിങ്ങൾ തന്നെ ഒന്ന് ഉരച്ചു നോക്കിയാൽ മനസ്സിലാകും. പക്ഷേ നിങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഭയമാണ്. ഭയപ്പെടുന്നവൻ ഒരിക്കലും സ്വാതന്ത്ര്യത്തിൻ്റെ നല്ല വഴി ശ്വസിക്കുകയില്ല. അതുകൊണ്ടാണ് യേശു ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടരുത്. കഴിയുമെങ്കിൽ ഇന്ന് ദയവായി മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം വായിക്കും. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, മനുഷ്യ വ്യക്തിത്വത്തിൽ, അതിൻ്റെ വളർച്ചയിൽ, അതിൻ്റെ മാഹാത്മ്യം അനുഭവിക്കുന്നതിൽ
മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കി തീർക്കുന്നതിൽ വളരെ അധികം പങ്കുവഹിക്കുന്ന ഒരു കാര്യമാണ് യുക്തിസഹജമായ പ്രവർത്തനം. റാഷണൽ ബിഹേവിയർ എന്ന് പറയും. റാഷണൽ ബിഹേവിയർ, യുക്തി. എൻ്റെ ജീവിതത്തിൽ വിവിധ ഘട്ടങ്ങളിൽ അനേകായിരം വ്യക്തികളുമായി എനിക്ക് ഇടപഴകേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പൊതുജന സേവനത്തിലായിരുന്നു, പബ്ലിക് സർവീസ്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആൾ. അതുകൊണ്ട് വ്യക്തമായി എനിക്കൊരു കാര്യം പറയാൻ സാധിക്കും. എന്നെ ഏറ്റവും കൂടുതൽ തളർത്തിക്കൊണ്ടിരുന്നത് ഇങ്ങനെ യാതൊരു യുക്തിയുമില്ലാതെ ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ കൈകാര്യം ചെയ്യുമ്പോഴാണ്. ഉദാഹരണമായിട്ട് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പലായിരുന്നപ്പോൾ അവിടെ 84 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരിൽ പറയാൻ മടിയാണെന്നാലും പറയട്ടെ, ബഹുഭൂരിപക്ഷം ആളുകൾ യുക്തിസഹജം ചിന്തിക്കുന്നവരായിരുന്നില്ല. ടീച്ചേഴ്സൊക്കെയാണ്, അവരുടെ വിഷയം ചിലർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയില്ല. എന്നാൽ യുക്തിസഹജം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ 84-ൽ ഒരു 10 പേരുണ്ടായിരുന്നില്ല. ബാക്കി എന്നാൽ ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ, സ്ഥാപനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് എല്ലാവരോടും നിരന്തരം സമ്പർക്കവും ഇൻ്ററാക്ഷനും ഉണ്ടാകണം. ഒരാൾ വന്നിരുന്ന് 5 മിനിറ്റ് എൻ്റെ മുമ്പിലിരുന്ന് ചില കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിയുമ്പോൾ എൻ്റെ എനർജി മുഴുവനും ചോർന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഇറാഷണലായി, യുക്തിരഹിതമായി പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളോട് എന്തെങ്കിലും ഇടപഴകുന്നത് തന്നെ ഒരു വലിയ ഭാരമാണ്. എന്നാൽ ഒരു അധ്യാപകൻ്റെയോ അധ്യാപികയുടെയോ ഏറ്റവും വലിയ ധനം എന്തായിരിക്കണം? അവൻ്റെയോ അവളുടെയോ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യമായിരിക്കണം. പക്ഷെ അതൊന്നും പരിഗണിച്ചല്ല ഇപ്പോൾ അധ്യാപകരെ നിയന്ത്രിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ കൈക്കൂലി വാങ്ങിച്ച് അധ്യാപകരെ നിയമിക്കുമ്പോൾ പിന്നെ വ്യക്തി മഹാത്മ്യം കൂടെ നോക്കണമെന്ന് പറഞ്ഞാൽ തനിക്ക് വട്ടുണ്ടോ എന്നുള്ള എന്നോട് ചോദിക്കും. വട്ടുണ്ട്. ഞാനതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഒരിക്കലും മാറ്റുകയില്ല. അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തെ പറ്റി അല്പമെങ്കിലും കരുതലുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തിത്വത്തിന് നിങ്ങൾ എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദയവായി യുക്തിസഹജം ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും നിലപാട് രൂപീകരിക്കുകയും ചെയ്യുക. എന്നാൽ അങ്ങനെ യുക്തിസഹജമായി ജീവിക്കാനോ പ്രവർത്തിക്കുവാനോ പ്രതികരിക്കുവാനോ ഉള്ള നിങ്ങളുടെ കഴിവിനെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് മതമാണ്. അത് ഒരേ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ മുമ്പ് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ മതം 95% അന്ധവിശ്വാസമാണ്. സൂപ്പർസ്റ്റിഷൻ എന്ന് പറയും. സൂപ്പർസ്റ്റിഷൻ എന്താണ് സൂപ്പർസ്റ്റിഷൻ? മതത്തിൽ നിന്ന് യുക്തിസഹജമായ ചിന്തയും പ്രവർത്തനവും മാറ്റിയാൽ അതിൻ്റെ സ്ഥാനത്ത് ദുരാഗ്രഹവും അതിമോഹവും കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ പേരാണ് ഈ അന്ധവിശ്വാസം, സൂപ്പർസ്റ്റിഷൻ എന്നുള്ളത്. അങ്ങനെ മനുഷ്യൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പ്രതീക്ഷകൾ വെച്ചുകൊടുക്കുകയും ചെയ്യാൻ അവനെ പഠിപ്പിക്കുന്നത് രാഷ്ട്രീയമല്ല, അത് മതമാണ്. മതത്തിൽ നിന്നത് പഠിച്ച് രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയിലോ അത് കൊണ്ടുവരുന്നത് മാത്രമാണ്. പിന്നെ വ്യക്തി ജീവിതത്തിൽ, വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ ഇത് വരുത്തുന്ന നാശനഷ്ടങ്ങൾ വളരെ വളരെ അധികമാണ്. ഞാൻ വീണ്ടും അനുഭവത്തിൽ നിങ്ങളോട് പറയട്ടെ. ഏറ്റവും ക്ലേശമായ കാര്യം, ഇപ്പോൾ വ്യക്തികളോടുള്ള ഇടപെടലിൽ ഏറ്റവും ക്ലേശമായ കാര്യം, മതതീക്ഷ്ണതയുള്ള ആളുകളുമായി യുക്തിസഹജം മനുഷ്യ സാമാന്യ ബുദ്ധിക്കനുസരിച്ച് എങ്ങനെയാണ് ഒരു കാര്യം കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി സംവാദിക്കുന്നതാണ്. നിരീശ്വരവാദികളോട് സംവാദിക്കാനും പ്രയാസമാണ്, എങ്കിലും സാധ്യമാണ്. പക്ഷേ ഒരുത്തൻ മത എരിവ് കയറി മതഭ്രാന്തനായി വന്നു കഴിഞ്ഞാൽ, ഞാൻ
ഇവാഞ്ചലിക്കൽക്കാരുടെ ഇടയിലും പിന്നെ അതുപോലെ കരിസ്മാറ്റിക്സുകളുടെ ഇടയിലൊക്കെ ഒത്തിരി പ്രവർത്തിച്ച വ്യക്തിയാണ്. എൻ്റെ അമ്മോ സാമാന്യ ബുദ്ധിയുടെ ഒരു അംശം, ഒരു കടുകോളവും പുരട്ടുന്ന ഒരു കാര്യത്തിലും അവരോട് സംസാരിക്കാറുണ്ട്. അവർ പിടിച്ചിരിക്കുന്ന കൊമ്പ് അത് പുളിങ്കൊമ്പാണോ, മുയലിൻ്റെ കൊമ്പാണോ, ആമയുടെ കൊമ്പാണോ, കോമയുടെ കൊമ്പാണോ, ഒരു രക്ഷയില്ല. അവർ പറയാണ് ഇത് ആമയുടെ കൊമ്പാണ് എന്ന് പറഞ്ഞാൽ ആമയുടെ കൊമ്പ് തന്നെയാണ്. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരിക്കൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയുമായി ഇടപെട്ട് കഴിഞ്ഞ് രണ്ടാമത് ആ വ്യക്തിയെ കാണുമ്പോൾ എൻ്റെ ഉള്ള് ഇച്ചിരി പിടയ്ക്കാറുണ്ട്. കാരണം ഇതാ വരുന്നു ഒരു കോലാഹലം എന്ന് മാത്രമേ മനസ്സിൽ തോന്നുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികളുമായി ഇടപെടേണ്ടി വരുന്നതാണ് ഈ ലോകത്തിലെ വലിയൊരു ശാപം. ഞാൻ സത്യമായി നിങ്ങളോട് പറഞ്ഞു, ഞാൻ തോറ്റു. ലാറ്റിൻ ഭാഷയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതിങ്ങനെയാണ്: ബിഫോർ ദ സ്റ്റുപ്പിഡിറ്റി ഓഫ് മാൻ ഈവൻ ദ ഗോഡ്സ് ആർ ഹെൽപ്ലെസ്. മനുഷ്യൻ്റെ ഈ സ്റ്റുപ്പിഡിറ്റിയിലെ മൊണ്ണത്തരം, അതിൻ്റെ മുമ്പിൽ സർവശക്തരായ ദൈവങ്ങൾ പോലും നിസ്സഹായരാണ് എന്നൊരു പറച്ചിൽ. അത് മനുഷ്യ വ്യക്തിത്വത്തിൽ വന്ന തകർച്ചയുടെ, അധപ്പതനത്തിൻ്റെ, മൃഗത്തെക്കാൾ മോശമായ അവസ്ഥയെ പറ്റിയുള്ളൊരു പരാമർശമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ സംഘടിതമായ മതവ്യവസ്ഥിതികളുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അറിയാതെ, നിങ്ങൾക്ക് മറ്റൊന്നുമായി പരിചയമില്ല എന്നതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അപകടവും അധപ്പതനവും എത്ര വലുതാണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയാതെ പോകും. നിങ്ങൾ കേൾക്കുന്നതും വിശ്വസിക്കുന്നതും നിങ്ങളെ അനുദിനം അറിയിച്ചു കൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ നിങ്ങൾ അല്പം ഒന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഇത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഇത് മുഴുവനും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ മാത്രം. അതേസമയം നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പീരുകളും പ്രസ്താവനകളും നിലപാടുകളും നോക്കിയാൽ അത് സാമാന്യ ബുദ്ധിയുടെ സൂര്യ തേജസ്സാണ്. ഇതാണ് വ്യത്യാസം. ആ ഒരു വലിയ വ്യത്യാസം കൊണ്ടാണല്ലോ അന്നത്തെ മതസംരക്ഷകരെ ആളുകൾ യേശുവിനെ കൊന്നേ അടങ്ങത്തുള്ളൂ എന്ന് തീരുമാനിക്കാൻ കാര്യം. അതുകൊണ്ടെങ്കിലും നമ്മുടെ കണ്ണു തുറക്കണ്ടേ? ദയവായി തിരിച്ചറിയുക, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്യാഹിതം എത്ര മർമ്മഭേദകമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അപ്പോൾ രണ്ടാമത്തെ ഘടകം ഇതാണ്. ഇനി മൂന്നാമത്, മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യത്തെ വളരെ അധികം നിശ്ചയിക്കുന്നതും നിയന്ത്രിക്കുന്നതും അല്ലെങ്കിൽ മാഹാത്മ്യം വർദ്ധിപ്പിക്കുന്നതുമായ കാര്യം അവൻ്റെ നാനാമുഖമായ വളർച്ച, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പം നിങ്ങൾക്ക് മതത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ പറയാതെ തന്നെ അറിയാം, മതം ഏതുമായിക്കൊള്ളട്ടെ, മതത്തിൻ്റെ ആകത്തുക ചില ആചാരങ്ങളാണ്. ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ടാരോ അവരുടെ അറിവനുസരിച്ച് ഇങ്ങനെ ആയിരിക്കണം, പ്രാർത്ഥിക്കുമ്പോൾ കിഴക്കോട്ട് തിരിയണം, പിന്നെ കുരിശ് വരയ്ക്കുമ്പോൾ ഇപ്പോൾ ഈ സമയത്തായിരിക്കണം, കുറിയൽ ഐശ്വം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരയ്ക്കണം, പിന്നെ മറിയൽ ഐശ്വം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരയ്ക്കണം, പിന്നെ ബാറയ്ക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെട്ടിക്കണം, കുറയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെട്ടിക്കണം, പിന്നെ ഇങ്ങനെ കാണിച്ചാൽ പരിശുദ്ധ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് മനസ്സ് നിറച്ചിരിക്കുക. ഇതിലെന്തെങ്കിലും ഉണ്ടോ, ഇതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കുകയില്ല. കാരണം അങ്ങനെ ചിന്തിക്കാനുള്ള വളർച്ച നിങ്ങൾ പ്രാപിച്ചിട്ടില്ല. അങ്ങനെ വളർച്ച പ്രാപിക്കാത്തതിൻ്റെ കാര്യം, ഒരു വ്യക്തിയും അവൻ്റെ ആന്തരികമായ അവസ്ഥയിൽ, ആന്തരികമായ സാധ്യതയിൽ, വ്യക്തിപരമായ സാധ്യതയിൽ വളർച്ച പ്രാപിക്കാതിരിക്കത്തക്കവണ്ണം വളരെ കണക്ക് കൂട്ടി കുറിച്ചു വെച്ചിട്ടുള്ളൊരു സംവിധാനമാണിത്. ആചാരങ്ങളുടെ ഏക ലക്ഷ്യം പണ്ട് നിർമ്മിച്ച ഒരു പഴഞ്ചൻ കൊട്ടാരം അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെട്ട് ചരിത്രം അവസാനിക്കുന്നത് വരെ തലമുറകൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഒരു വലിയ അപ്പൂപ്പൻ 200 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിനൊരു വലിയ
പെട്ടി, മരപ്പട്ടിയല്ല, മരപ്പെട്ടി, മരം കൊണ്ടുണ്ടാക്കുന്ന പെട്ടി. അന്ന് അങ്ങനെയാണല്ലോ, 4 കാട് വെച്ച് ഇച്ചിരി പിത്തളയൊക്കെ വെച്ച് അലങ്കരിച്ച്. അപ്പം അതിനകത്ത് ഒരു വലിയ നിധി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ആ വല്യപ്പൻ പുള്ളിയുടെ മകന് കൊടുത്തു. അവൻ പറഞ്ഞു, ഇത് തുറക്കരുത്, തുറന്നാൽ വലിയ പ്രയാസമാണ്, നീ ഇങ്ങനെ തലമുറക്ക് കൈകാര്യം ചെയ്യണം. അങ്ങനെ അദ്ദേഹം ഏറ്റെടുത്തു. ചാകാറായപ്പോൾ അടുത്ത തലമുറയ്ക്ക് കൊടുത്തു. അങ്ങനെ തലമുറകൾ കൈമാറി ഇപ്പം നിങ്ങളുടെ കാലം. ദൗർഭാഗ്യവശാൽ നിങ്ങളുടെ കൊച്ചുമകൻ ഇതൊന്നും അറിയാതെ ഇതൊന്ന് തുറന്നു നോക്കിയപ്പോൾ അതിനകത്താകപ്പാടെ പണ്ടത്തെ ജീർണിച്ച പഴന്തുണി മാത്രമാണ് എന്ന് കണ്ടുപിടി. ആ അപകടം വരാതിരിക്കാനാണ് ഈ ആചാരം കൊണ്ട് വെച്ചിരിക്കുന്നത്. ആചാരം വെച്ച് നോക്കുമ്പോൾ എന്താണ്, ഈ വലിയ 4 കാലുള്ള പിത്തളയൊക്കെ വെച്ച് മൂടി പിടിപ്പിച്ച മരം കൊണ്ടുള്ള പെട്ടി അതവിടെ വെച്ച് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ തൊഴുക. അത് കിഴക്കോട്ട് തിരിഞ്ഞൊന്ന് മാത്രമേ തൊഴാവൂ. പിന്നെ തൊഴുമ്പോൾ തല ഇങ്ങനെ കുനിച്ചു വെച്ച് വേണം. പിന്നെ നട്ടൽ വളച്ചു വെച്ചിട്ട് വേണം. പിന്നെ ചില സമയത്ത് വരുമ്പോൾ കാല് ഒന്ന് കുന്തളിക്കണം. ഇങ്ങനെയുള്ള നിബന്ധനകളൊക്കെ വെച്ചാണ് ഈ പെട്ടി ആരാധന നടത്തിക്കൊണ്ടിരുന്നത്. അത് എത്ര തലമുറ വെച്ചാലും ഈ ആചാരം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ കൊച്ചു കുഞ്ഞിന് അല്പം ബുദ്ധി ഉണ്ടായിട്ട് അതിനകത്ത് എന്താണെന്ന് തുറന്നു നോക്കിയപ്പോൾ അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഇതിനകത്തിരിക്കുന്ന പഴന്തുണിയാണ്, ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഈ പെട്ടി ഉപേക്ഷിക്കേണ്ടി വരും. ഇതാണ് ഇന്നത്തെ പ്രശ്നം. ഇത് മാത്രമാണ് ഇന്നത്തെ പ്രശ്നം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു വിധത്തിലും നിങ്ങളുടെ കഴിവുകൾ വളർത്താതിരിക്കത്തക്കുള്ള ഒരു സംവിധാനം. അതുകൊണ്ടാണ് മതം ഏതായാലും മനുഷ്യനെ ചില സംവിധാനങ്ങളുടെ ഇത്തിളായി, പാരസൈറ്റായി മാത്രം നിലനിർത്തിയിരിക്കും. PhD ഉള്ള ആള്, ഡബിൾ PhD ഉള്ള ആള്, അവൻ്റെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു BA കഷ്ടിച്ച് നിരങ്ങി പാസ്സായ ഒരു പാതിരിയോട് ചോദിച്ചാണ് മനസ്സിലാക്കി. അത് വായിക്കാൻ അറിയാം, വേദപുസ്തകം അറിയാം, നല്ല സാമാന്യ ബോധമുണ്ട്, അതൊന്നും പ്രയോഗിക്കത്തില്ല. അത് അച്ഛൻ പറയുന്നവർ മാത്രമേ ചെയ്യത്തുള്ളൂ. അങ്ങനെ വന്നാൽ നിങ്ങൾ എന്തായിത്തീരും? ഈ അച്ഛൻ ആരാണ്? മെത്രാൻ ആരാണ്? കുറഞ്ഞ പക്ഷം അവർക്കുള്ള അത്രയെങ്കിലും തലച്ചോറ് നിങ്ങൾക്കില്ലേ? അവർക്കുള്ളതുപോലെ വിദ്യാഭ്യാസം നിങ്ങൾക്കില്ലേ? നിങ്ങളുമായിട്ടുള്ള ഏക വ്യത്യാസം കുറച്ച് തുണിയല്ലേ? നിങ്ങളും കുറെ തുണി വാങ്ങിച്ചങ്ങ് ഇടണം. തുണിയാണ് ചിന്തയുടെ ആധാരമെങ്കിൽ അവർ 5.5 മീറ്റർ ഇടുമ്പോൾ നിങ്ങൾ 11 മീറ്റർ ഇട്ടോ. ദയവായി ചിന്തിച്ചു തുടങ്ങുക, ഒന്ന് വളരട്ടെ, വികസിക്കട്ടെ. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് യേശു താലന്തുകൾ ഇപ്പോൾ പറയുന്നത്. സമയം അതിക്രമിച്ചുകൊണ്ട് നിർത്താൻ പോകുകയാണ്. ഇത് വളരെ കാര്യങ്ങൾ പറയേണ്ട ഒരു വിഷയമാണ്. ദയവായി നിങ്ങൾ നിങ്ങളെ തന്നെ അപമാനിക്കരുത്. നിങ്ങളുടെ വില നിങ്ങൾ ഇടിച്ചു കളയരുത്. മൃഗങ്ങളെ പോലെ ആയി പോകരുത്. ലോകത്തിലെ ഏറ്റവും വലിയ അഭിമാനം ഒരു മനുഷ്യനായി, സ്ത്രീയായും പുരുഷനായും പിറക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് കുഴിയിൽ വീഴുന്നതിന് മുമ്പ് തിരിച്ചറിയാനുള്ള ഒരു കടമ നമുക്കുണ്ട്. അതിൻ്റെ ആകത്തുകയുടെ പേരാണ് ആത്മീയത എന്നത്. അത് മനസ്സിലാക്കാതെ ചില നാടകം കളിക്കുക, ആചാരങ്ങളിട്ട് ഉരുട്ടുക, ചില ആളുടെ മുമ്പിൽ വളഞ്ഞു നിൽക്കുക, അന്ധവിശ്വാസം അള്ളിപ്പിടിക്കുക, ഈ ഒരു ശപിക്കപ്പെട്ട ശോചനീയമായ അവസ്ഥയിൽ നിന്ന് ദയവായി നിങ്ങൾക്ക് വിടുതലുണ്ടാകട്ടെ എന്ന ഏക ലക്ഷ്യത്തിലാണ് ഞാൻ ഈ യൂട്യൂബ് സംഗമം ആരംഭിച്ചത് തന്നെ. ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാൻ സാധിക്കുന്നതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് സമയം ഇപ്പോൾ തന്നെ അതിക്രമിച്ചു പോയതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ഏവർക്കും എൻ്റെ സ്വാഗതം, എൻ്റെ നമസ്കാരം.